ആ വെട്ടിപ്പത്ത് ഡ്രൈവറും പിള്ളേരും പോകേണ്ട കാറും ഇരിപ്പുണ്ട്. ഇപ്പൊ അതിന്റെ മാമിച്ച് കാണുണ്ടോ ഒരു ഉമ്മതാ പാപ്പം വേണം. ഇങ്ങോട്ട് വാ, ഞാനൊരു ഉമ്മ. ഞാനോ ഇവിടെ ഒന്നും കോൺക്രീറ്റ് ചെയ്തില്ല. ഈ കെട്ടിയ ഭാഗം മാത്രം, ഇടി മാത്രം കോൺക്രീറ്റ് ചെയ്ത്, മറ്റേതൊക്കെ കോൺക്രീറ്റ് ചെയ്തും അല്ലെങ്കിൽ അതിൻ്റെ പണികളൊക്കെ പതിയെ ചെയ്യാം എന്ന് വിചാരിച്ചു. ഇതൊക്കെയായിരുന്നു പണി. മഴയായിരുന്നു, അപ്പോൾ ടാർപ്പ ഇടുക. അത് രണ്ടും കൊണ്ടുപോരക്കളെ. അവർ കവർ ചെയ്ത് ഇട്ടു. എന്നാലും കണ്ട് ഇവിടെയൊക്കെ കുറച്ച് വെളി കാണാൻ കണ്ടു. അപ്പം മോനിക്കുട്ടനോട് പറഞ്ഞു അതെടുത്തൊന്ന് ഇടാൻ. തന്നല്ലേ പൊക്കാനാവോ? പതുക്കെ വെക്കണേ, ഇടിഞ്ഞു പോവല്ലേ. നടുക്ക് വെക്ക്, നടുക്ക്. ആ അവിടെ വെക്ക്. ആ പോരെ. പിന്നെ ഇവിടെയൊക്കെ മുറ്റം നമ്മൾ കുറച്ച് ലെവൽ ചെയ്തു. നമുക്ക് അവിടത്തേക്ക് മെറ്റൽ ഇറക്കണമായിരുന്നു. അപ്പം ചിപ്സ് കുറച്ച് കൊണ്ടുവന്ന് ഇവിടെ ഇട്ട് കേട്ടോ. ഇങ്ങനെ ഫുള്ളൊന്നും ഇടുന്നില്ല, ഇങ്ങനെ കുറച്ച് ഇട്ട്. ഇവിടെ നമ്മളിവിടെ എല്ലാം ലെവൽ ചെയ്തു, മണ്ണൊക്കെ ഇട്ട് നികത്തി. അല്ലെങ്കിൽ ഇതിലേ കൂടായിരുന്നു വെള്ളം ഒഴുകുന്നത്. അപ്പോൾ അവിടെ എല്ലാം നമ്മൾ കുറേ തറയൊക്കെ പൊട്ടിച്ചതിൻ്റെ ചിപ്സ് ഇട്ട്, പിന്നെ മുകളിൽ മണ്ണിട്ട്. ഇവിടെ പിന്നെ കുറച്ച് മെറ്റിൽ അധികം വന്നിട്ടുണ്ടായിരുന്നു, അത് ഇവിടെ ഇട്ട്. ഇത് അടുക്കള ഭാഗം കേട്ടോ. കിണറിൻ്റെ വലയൊക്കെ വലിച്ചു കെട്ടണമായിരുന്നു, നമ്മൾ ചുമ്മാതിട്ടേക്കുമായിരുന്നു. ആ ഒരു ഗ്രില്ലിട്ടില്ലേ, അതിൻ്റെ അടിയിൽ ഇങ്ങനെ ചൊരിഞ്ഞ് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ അട്ടയൊക്കെ കയറിയിരിക്കുമെന്നുള്ളത് നമ്മളിങ്ങനെ കെട്ടിച്ചിന്ന്. ഇന്നിവിടെ അതിനൊക്കെ ആളുണ്ടായിരുന്നു ജോലിക്ക്. ഫുള്ള് മഴയായിരുന്നു ഇന്ന്, മഴയോട് മഴ. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെറ്റിൽ റോഡിൽ കിടക്കുന്നില്ലേ? സന്തോഷം പറഞ്ഞു, ഞാൻ പറഞ്ഞോളൂ. സന്തോഷം പറഞ്ഞില്ല അത് നേരത്താണേന്ന്. ഇച്ചയും കണ്ടില്ല ഇന്ന്. സത്യമാണ്. അപ്പോൾ മഴയെന്നാലും ഞാൻ എവിടെ മെറ്റില്? റോഡിൽ മെറ്റിൽ കിടക്കുന്നുണ്ടില്ലേ? കൊണ്ടുവന്ന് മെറ്റിൽ റോഡിൽ കിടക്കുന്നു. അവിടെ ഇട്ടിരുന്ന അത് പോക്കാ. ഞാൻ ചെയ്യോട് ഞാൻ ചോദിച്ചാൽ സന്തോഷം നാളെ കൂടെ നിൽക്കുമോ? ഞാൻ തന്നെ ഇന്ന് തീരത്തില്ല. അപ്പുറം നികത്തി കൂവനായിട്ടിരിക്കുന്നു. അപ്പം നികത്തി ഈ മിറ്റം എല്ലാം വൃത്തിയാക്കി മെറ്റിലും കോരി ഇവിടെ ഇടാം. അവനെ കൂടെ വിളിക്കാവുന്ന ആതിരക്കുട്ടി കുറേ സമ്മാനം അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ഞാൻ ഇപ്പോഴാണ് നോക്കുന്നത്. കാരണം എനിക്കിന്ന് ഉച്ചയ്ക്ക് ഞാനൊരു പപ്സ് വാങ്ങിച്ച് കഴിക്കാൻ. ഒരു 1.5 മണിക്കൂർ കൊണ്ടാണ് ഞാൻ ആ പപ്സ് കഴിച്ച് തീർത്തത്. കാരണം ഈ ആൻറ്റിബയോട്ടിക് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, സ്ട്രോങ് ആൻറ്റിബയോട്ടിക്കാണ്. ഭയങ്കര ക്ഷീണമായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അവിടെ കിടന്ന് പിന്നെ എഴുന്നേറ്റിരുന്ന് അങ്ങനെയൊക്കെ ഇരുന്നും കിടന്നു ആ പപ്സ് കഴിച്ചു. എന്നിട്ട് അവിടെ ഇരുന്നപ്പോഴാണ് ആതിരക്കുട്ടി ഇതെല്ലാം അയച്ചത്. അപ്പോൾ അതെല്ലാം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോയിരുന്നേ. എന്തൊക്കെയാണ് ഞാൻ എൻ്റെ പ്രിയങ്ങളെ കാണിക്കാം. ഞാനും കണ്ടില്ല എന്തൊക്കെയാണ്. ബില്ല് കണ്ടു, എന്താ സാധനം എന്നുള്ളത് ഞാൻ നോക്കിയില്ല. ഇവിടെ വന്നിട്ട് അഴിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. ഇതൊക്കെയാണ് അറിയാമോ? ഓർമ്മ വരുന്നു. അച്ഛനുണ്ടായിരുന്നു. ഇപ്പം അച്ഛന് ഹാപ്പി ആയി. അച്ഛൻ വിളിച്ചു. അന്നേരം ഞാൻ പറഞ്ഞ് എന്തോ കളിച്ചെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലെ ആദ്യം അയച്ചു തന്നിട്ടുണ്ട് സാധനങ്ങൾ. എന്തുവാണെന്നൊക്കെ ചോദിച്ചു. അമ്മ ബില്ലേ നോക്കി പേരൊക്കെ പറഞ്ഞപ്പോൾ അമ്മ അമ്മയെ കൊതിപ്പിക്കാറ്. വളരുണ്ടല്ലേ നേരെയപ്പം എനിക്ക് ഇഷ്ടം. മറ്റേതെന്തോ അത് സാൻഡ്വിച്ച്.
എല്ലാം തോംസൺ ബേക്കറി. ഇത് ബ്രെഡ്, അതും തോംസണിൻ്റെ ബ്രെഡ്. വരുന്ന വഴിക്ക് ഇച്ചിരി മീൻ മേടിക്കാൻ നോക്കണ്ട അങ്ങോട്ട് ചെന്നപ്പോൾ അവിടെ മാമി നിൽക്കുന്ന ജാനിക്കുട്ടി, കുഞ്ഞോ, മാമൻ, കൂക്കു എല്ലാവരും ഉണ്ടായിരുന്നു. അവർ സാധനങ്ങൾ മേടിക്കാനൊക്കെ ഇറങ്ങിയതാണ്. അവിടെ അടുക്കള വെക്കുമെന്ന് ഞാൻ പറഞ്ഞില്ല, അവിടുത്തെ അതിൻ്റെ വാർപ്പാണ് നാളെ. അപ്പോൾ അവർക്ക് ആഹാരം കൊടുക്കണമല്ലോ, അപ്പോൾ മീനൊക്കെ മേടിക്കാൻ വന്നത്. പിന്നെ ഞാനും കൂക്കും കൂടെ ഇങ്ങോട്ട് പോരുന്ന കുഞ്ഞോയും കൂടെ. അവർ അമ്മൂമ്മയും അപ്പൂപ്പനും കൂടെ കാറേ വരും. കുഞ്ഞാനിക്കുട്ടിയും കൊണ്ട് നമ്മുടെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് മോനിക്കുട്ടന് ഒരു ആൻറ്റി കൊടുത്ത മോൻ്റെ മോള് മോനിക്കുട്ടൻ്റെ സ്കൂളിലായിരുന്നു പഠിക്കുന്നത്. ഇപ്പോഴല്ല, ഇപ്പം മാറ്റി. അപ്പം എന്നെ വിളിച്ചു ചോദിച്ചു, അമ്മ ഇത് ഒരു ഗ്ലാസ് എടുത്തോണ്ടോ? എന്തുവാ മോനിക്കുട്ടൻ ട്യൂഷന് പോയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ട്യൂഷന് പോയെന്ന് പറഞ്ഞു. കണ്ടില്ല, ഞാൻ ഇച്ചിരി ഷാർജ ജ്യൂസ് അടിച്ചത് അവന് കൊടുക്കാനാണ്. ഞാൻ പറഞ്ഞു ഞാൻ വരുമ്പോൾ വാങ്ങിച്ചോളാന്ന് പറഞ്ഞു. അപ്പോൾ അത് ചോറ്റുപാത്രത്തിലാക്കി വെച്ചേക്കുവാൻ വന്നപ്പോഴേ അകത്താക്കി കേട്ടോ. ഇത് ബാക്കി ബർഗർ, സമോസ, സാൻഡ്വിച്ച്, കട്ട്ലറ്റ്, കുമ്പിളപ്പം എല്ലാം ഉണ്ട് കണ്ടോ. എന്തോ ഷാർജ കൊടുക്കട്ടെ. എന്തോ പമ്മി അപ്പൊ ഇരിക്കുന്നു. ഉണ്ടാക്കിയ ആർക്കും വേണ്ട. അപ്പം വേണം വേണ്ട. ഞാനും അപ്പം വേണോ? ചോറ് വേണ്ടല്ലോ. ഇങ്ങനെ ഞാൻ കുളിച്ച് ലഭിച്ചു വാർത്ത. ഞാൻ അവരെ ഇങ്ങോട്ട് വിളിച്ചതാണ്. നമ്മുടെ ആതിരക്കുട്ടി തന്ന സ്പെഷ്യലിൻ്റെയൊക്കെ പങ്കു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞതാണ്. വന്നവർ കഴിച്ചു പോയി. കുക്കു വന്ന് ട്യൂഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ 7:30 തൊട്ട് ട്യൂഷനുണ്ട്. അതുകൊണ്ട് അങ്ങ് എളുപ്പം നിങ്ങൾ പോയി, കുഞ്ഞാണെങ്കിൽ പോകുന്നില്ലെന്നും പറഞ്ഞ് വഴക്കിടുമായിരുന്നു. അപ്പം ഞാനിന്ന് കുളിച്ചിട്ട് വരാം.
ഞാൻ മീൻ കൊണ്ടുവന്നായിരുന്നു പ്രിയങ്ങളെ, അത് കഴുകി അങ്ങ് ഫ്രീസറിൽ വെക്കാൻ പോയി. ഇവർ അമ്മമ്മയും മോനിക്കുട്ടിനും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു. എനിക്ക് ഇവിടെ ചോറ് കഴിക്കണം, എനിക്കൊരു മീൻ വറുത്തതൊക്കെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്നിനി മീൻ എടുക്കുന്നില്ല, അതെല്ലാം കഴുകി എടുത്ത് വെച്ച് കുളിച്ച് ജപിച്ച് വരാം. എനിക്കുണ്ടാനുള്ള ചോറ് ചൂടാക്കട്ടെ. പിന്നെ ഒത്തിരി പ്രിയപ്പെട്ടവർ പറഞ്ഞു ഈ ബ്ലാക്ക് കളറുള്ള അടുത്ത് നമ്മുടെ വൈറ്റ് കളർ വോൾ സ്റ്റിക്കർ ഉണ്ടല്ലോ, അത് വാങ്ങിച്ചു ഒട്ടിക്കണം, വീഡിയോയ്ക്കകത്ത് ഭയങ്കര ഡാർക്ക്നെസ് ആണെന്നുള്ളത്. ഓർഡർ ചെയ്തിട്ടുണ്ട് പ്രിയങ്ങളെ, വന്നില്ല. എനിക്കറിയാം നമ്മൾ നല്ല വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വീഡിയോ എടുത്താലേ അതിനൊരു എന്താ പറയുക, ഒരു കാണാനുള്ള ഒരു വെളിച്ചം കാണത്തുള്ളൂ. അപ്പോൾ ഇത് കറുപ്പാക്കിയതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല, ഇവിടെ മുഴുവൻ കരി പിടിച്ചിരിക്കുമായിരുന്നു. അതുകൊണ്ട് വൈറ്റ് അടിച്ചാലും നിൽക്കുന്നില്ലായിരുന്നു. ഉണങ്ങുമ്പോഴത്തേക്ക് ആ ഒരു ഇതങ്ങ് തെളിയുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ബ്ലാക്ക് അടിച്ചത്. ഇനിയിപ്പം ഞാൻ പറഞ്ഞില്ലേ വൈറ്റ് മറ്റേ നമ്മുടെ വോൾ സ്റ്റിക്കർ ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് കൊണ്ടുവന്ന് ഒട്ടിക്കാം എന്ന് വിചാരിക്കുന്നു. ഇത്രയും ഭാഗത്ത് ഒട്ടിച്ചാൽ മതിയെന്ന് തോന്നുന്നു. ഈ 2 ഭിത്തിയും ഒട്ടിക്കണം, ഈ സൈഡിലത്തെ 2 ഭിത്തി ഒട്ടിക്കണമെന്ന് തോന്നുന്നില്ല. ഇതാണല്ലോ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് വരുന്നത്, ഈ ഭിത്തി നോക്കാം. എന്നിട്ട് നമുക്കതിനുള്ള പരിഹാരം ചെയ്യാം പ്രിയങ്ങളെ. പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളുണ്ടോ അല്ലേ? അമ്മ നേരത്തെ ഉറക്കം പിടിച്ചു. ഞാൻ ഒരു കട്ട്ലറ്റേ കഴിച്ചോളൂ കേട്ടോ, അതുകൊണ്ട് എനിക്ക് വിശപ്പുണ്ട്. അവര് അതിനകത്ത് സാൻഡ്വിച്ചും സമോസ അതൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവരും കഴിച്ചു. നമ്മുടെ ഇവിടുത്തെ പറമ്പിലെ ചക്ക, വരിക്കച്ചക്ക ഉണ്ട്, അത് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു 2 ചക്ക ഒന്നുപോലെ. ഇവിടെ നമ്മൾ ജോലിക്ക് വന്നവരെ കൊണ്ട് ഇടിച്ചതാണ്. അവൻ പറഞ്ഞില്ല, ജോലിക്കാർ അവിടെ നിന്ന് ഉണങ്ങിയ തേങ്ങയും വിളഞ്ഞ ചക്കയെല്ലാം ഇട്ട് തന്ന്. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരു ചക്ക ഓൾറെഡി പഴുത്തതാണ് വീണത്. അന്ന് അവരത് കുറച്ച് വെട്ടി കഴിച്ചു, ബാക്കി നമ്മളും കഴിച്ച്. പിന്നെ 2 വിളഞ്ഞ ചക്ക ഉണ്ടായിരുന്നു, അത് അമ്മ ഇവിടെ വെച്ചിരുന്ന് പഴുത്ത് ഭയങ്കര മണമായിരുന്നു. എന്നിട്ട് ഇന്നൊക്കെ ആയപ്പോഴത്തേക്ക് നല്ലപോലെ പഴുത്തിട്ട് ഇവിടെ മുഴുവൻ ഈച്ച. ഞാൻ പറഞ്ഞതെടുത്ത് വെളിയിൽ കൊണ്ടുപോയി, അമ്മ പിന്നെ വെളിയിൽ കൊണ്ടുവച്ച് അതെല്ലാം വെട്ടിപ്പെറുക്കി. ഇവിടെ ആരും തിന്നാൻ അധികം ഇല്ലാത്തത് കൊണ്ടും സമയമില്ലാത്തത് കൊണ്ടും ഞാനൊരു 5-6 ചുള ഇവിടെ എടുത്ത് വെച്ചു. എന്നിട്ട് ബാക്കി ഇവിടെ മോനിക്കുട്ടിന് ഷാർജയൊക്കെ കൊടുത്തു വിട്ടില്ലേ, അമ്മമ്മയ്ക്ക് ഇച്ചിരി ചക്ക വേണമെന്ന് പറഞ്ഞപ്പം, വേണമെന്നല്ല അമ്മ ചോദിച്ചപ്പം വേണമെന്നുള്ള ഇതിന് പറഞ്ഞപ്പം മോനിക്കുട്ടിൻ്റെ കൊടുത്തു. നമ്മുടെ വീടിൻ്റെ ഏകദേശം ഇങ്ങനെ പാച്ച് വർക്ക് പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരുന്നതല്ലേ ഇന്നത്തോടെ കഴിയും എന്ന് വിചാരിച്ചു. പക്ഷേ മുറ്റം വൃത്തിയാക്കുന്ന പരിപാടി കുറച്ചുകൂടെ പെയിൻറ്റിങ് കിടപ്പുണ്ട്. മുറ്റം മാത്രമല്ല, നമ്മുടെ ഫ്രണ്ടിലത്തെ റോഡ്, പഞ്ചായത്ത് റോഡ്, ആ റോഡിനപ്പുറം നമുക്കൊരു 2.5 സെൻറ്റ് കൂടെ ഇതിനകത്തുള്ളതാണ്. അപ്പോൾ ഇടയ്ക്ക് വഴി വന്നതായിരിക്കും പണ്ടെങ്ങാണ്. അപ്പോൾ ആ 2.5 സെൻറ്റ് സ്ഥലത്ത് കുറേ മണ്ണ് ഇവിടുന്ന് വെട്ടിയതും ഒക്കെ കൂട്ടിയിട്ടേക്കും, അതും കൂടെയൊക്കെ ഒന്ന് ലെവൽ ചെയ്യാനുണ്ട്. അപ്പോൾ മഴയൊക്കെ ആകുമ്പോഴത്തേക്ക് ആ കിടക്കുന്ന മണ്ണ് കൂന കൂടി കിടക്കും, അതങ്ങ് ഉറച്ചു പോകത്തില്ല. അതുകൊണ്ട് അതുകൂടെ ഒക്കെ നിരത്തിയിട്ട് ആ പണി അങ്ങ് കഴിയും. അപ്പം അങ്ങനെയൊക്കെ വിചാരിക്കുന്നു. നാളെയും കൂടെ ചിലപ്പോൾ കാണും. ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ വഴി വെട്ടിയതെല്ലാം മഴ നനഞ്ഞും വെയിൽ കൊണ്ടുമൊക്കെ ഉണങ്ങി സെറ്റായിട്ട് വേണം നമുക്കവിടെ ഈ പറയുന്ന പോലെ കോൺക്രീറ്റ് ചെയ്യാനാണെങ്കിലും തറയോട് പാകാനാണെങ്കിലും എന്തുമായാലും അത് ഉറയ്ക്കണം. അതൊന്നിപ്പോൾ നടക്കുന്ന കാര്യമല്ല, എന്നാലും ഞാൻ പറഞ്ഞതാണ്. ചോറുണ്ടാൻ പ്രിയങ്ങളെ, ആൻറ്റിബയോട്ടിക്കൊക്കെ കഴിക്കേണ്ടതാണ്. ഇത്ര നീളം ഉണ്ടാകും ഗുളികയ്ക്ക്. 1.5 മഗ് വെള്ളം വേണം ഗുളിക ഇറങ്ങണമെന്നുണ്ടെങ്കിൽ. 1.25 മണിക്കൂർ കഴിഞ്ഞാൽ അടുത്ത 3-4-5-6 ഗുളികയോളം ഉണ്ട്, അത് മൊത്തം അകത്താക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ചോറുണ്ണ. പിന്നെ ഇന്ന് ഫുള്ള് മഴയായിരുന്നു പ്രിയങ്ങളെ. ആ മഴയുടെ ഒരു ഇടവേള നോക്കിയാണ് ഇവിടെ കോൺക്രീറ്റ് ചെയ്ത് നമ്മുടെ ഈട് കെട്ടിയത്. പിന്നെ അതെല്ലാം അവർ കവർ ചെയ്തു, വലിയ കറുത്ത ഷീറ്റുണ്ടല്ലോ, അത് ഷീറ്റൊക്കെ വിരിച്ച് കവർ ചെയ്തു. അപ്പോൾ ഇപ്പോൾ കൊച്ചോട് വിളിച്ചു, കൊച്ചോൾക്ക് വയ്യായിരുന്നു, കൊച്ചോളുടെ കൂട്ടുകാരിക്ക് പനിയായിരുന്നു. ഞാൻ അതിനകത്ത് കുമ്പളപ്പം കടലിരുന്ന് കഴിച്ചായിരുന്നു. പിന്നെ ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ഞാനൊരു കട്ട്ലേറ്റ് കഴിച്ചു. പിന്നെ ബാക്കി മോനുകുട്ടിന് വേണമെന്ന് എടുത്ത് കഴിച്ചു. പിന്നെ അവരോട് ഞാൻ പറഞ്ഞായിരുന്നു വരാൻ, ജാനിക്കുട്ടിയോടൊക്കെ. പിന്നെ എൻ്റെ അടുത്ത് ഫ്രിഡ്ജ് വെച്ച് എന്തിനാ കഴിക്കുന്നതെന്ന് ഓർത്ത് അവരും വന്ന് എല്ലാവരും കൂടെ കഴിച്ചു. അതുകൊണ്ട് മോനിക്കുട്ടനും അമ്മമ്മയ്ക്കൊന്നും ചോറ് വേണ്ട. എങ്ങനെ എല്ലാ സൈഡിലും ഇടാനില്ല, ഒക്കത്തില്ല.
മൊത്തത്തിലോ? ഫ്രണ്ട് വശത്തെ മുറ്റം മൊത്തം ഇടാനും പറ്റില്ല. ആ ആ ആ അതാ അമ്മ കറുത്ത ഷീറ്റ് മേടിച്ച് 25 അടി മെറ്റിലും 25 അടി ഈ ചിപ്സ് ഇറക്കിച്ച് ഇടി കെട്ടി കഴിഞ്ഞ് അത് കോൺക്രീറ്റ് ചെയ്തിട്ടേക്കുന്നു. ഇന്നങ്ങ് മഴയായിരുന്നു, പിന്നെ എല്ലാം കവർ ചെയ്തിട്ടേക്കുവാ. അതൊക്കെ കെട്ടി അതിനെ കണ്ടിട്ട് മനസ്സിലായില്ലേ? നമുക്ക് കഴിക്കാം. കറിയൊക്കെ അവിടെ എടുത്ത് വെച്ചേക്കും. ചോറും മീനും എടുത്തു. ഒരു മീൻ വറുത്തതുണ്ട്, പിന്നെ ഇച്ചിരി തീയൽ, പിന്നെ പച്ചടി, ബീട്രൂട്ട് പച്ചടി. അപ്പോൾ ഇന്നത്തെ അത്താഴം ഇതാണ്. അമ്മമ്മ ഉറക്കം പിടിച്ചു, മോനുകുട്ടൻ TV കാണലാണ്. അപ്പം ഞാൻ കഴിക്കട്ടെ പ്രിയങ്ങളെ. നാളെ കാണാം. എൻ്റെ പ്രിയങ്ങളോടെല്ലാം സ്നേഹം, സന്തോഷം, പ്രാർത്ഥനകൾ. ടാറ്റാ. ഓക്കെ, ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.